മകളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വെറും 3 മിനിറ്റ് സമയം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകും. എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് അല്ലേ? എത്ര ജോലി തിരക്കിനുള്ളിൽ നിന്നാണ് നമ്മൾ ഈ വചനം ശ്രമിക്കുന്നത്. കർത്താവ് അതിന് വിലയിടുന്നുണ്ട്. ദൈവമായ കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കാൻ പോകുന്ന ആ വചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ കടക്കണിയിൽ പെട്ടവർ ഇതിനകത്തുണ്ടാകാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ വചനം ശ്രമിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ കൊടും കെണിയിൽപ്പെട്ടവരുണ്ടാകാം, കടബാധ്യതയുള്ളവരുണ്ടാകാം, അന്ധകാര ശക്തിയിൽ ഗ്രസിച്ച് നന്മ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം. 4 ദിക്കുകളിൽ നിന്നും നമ്മളെ ശല്യം ചെയ്യാൻ വരുന്ന പൈശാചിക പീഡകൾ തകർക്കാൻ ഇതാ വിശ്വാസത്തിന് ആയുധമെടുക്കാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. അവിടുന്ന് ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ, ആ കാര്യമുണ്ടല്ലോ, അതിനെ അതിജീവിക്കാൻ ഒറ്റ കാര്യം മതി എന്നാണ് വചനം പറയുന്നത്. ഇതാ വചനം തരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവാക്യം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഇങ്ങനൊരു വിശ്വാസം നമുക്കുണ്ടോ? വിശ്വാസം എന്നത് പ്രത്യാശയാണെന്ന് ഞാൻ പറയും. വിശ്വാസം പ്രത്യാശയോടെ അടിവേരാണ്. പ്രത്യാശയുള്ളവർക്ക് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുക. ജീവിതത്തിൻ്റെ യാത്രയിൽ വിശ്വാസമാകുന്ന ഊന്നുവടി പേറിയവരാണ് അബ്രാഹവും മൂശയും പ്രവാചകന്മാരും രക്തസാക്ഷികളും മറ്റു വിശുദ്ധാത്മാക്കളും ഒക്കെ. ഈ വിശ്വാസത്തിൻ്റെ ഊന്നുവടി പിടിച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുള്ളവരാണ്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ചെങ്കടലിൻ്റെ മുമ്പിൽ മൂശയുടെ അജപാലന ദണ്ഡ് നീട്ടിയപ്പോൾ ആ ചെങ്കടൽ കരയായി മാറിയതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വിട്ടുപോകും. നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുശ്ശീലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടും. മദ്യപാന ആസക്തികൾ വിട്ടുപോകും. കുടുംബ പ്രാർത്ഥന നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ അവിടുന്ന് എടുത്തു മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ശക്തി ഇതാ നമ്മിലേക്ക് ഒഴുകുകയാണ്. ദൈവസ്നേഹം നിറയട്ടെ, അനുതാപം നിറയട്ടെ, സ്നേഹം സർവ്വ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. സക്കേവൂസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വന്നതുപോലെ ഒരു അനുതാപത്തിന്റെ കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. സക്കറിയായുടെ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നതുപോലെ നമ്മുടെ കുടുംബത്തിൽ മാതാവ് ഇപ്പോൾ കടന്നു വരട്ടെ. മർത്താ മറിയത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ വീടുകളിലും കർത്താവിൻ്റെ ആശ്വാസ ഭവനമായി മാറട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ? നമ്മെ നോക്കി നിൽക്കുന്നത് കാണുന്നില്ലേ? നിന്റെ വിശ്വാസം ക്ഷീണിച്ചു പോകണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.